എബ്രായ ലേഖനം നിങ്ങൾക്കറിയാം, പൗലോസ് സ്ലീഹയാൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. നിസ്തുല്യനായ ക്രിസ്തു എന്ന വിഷയമാണ് സ്ലീഹ ഈ ലേഖനത്തിൽ കൂടെ വായനക്കാരിൽ എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. 10 ചക്രവർത്തിമാരുടെ നേതൃത്വത്തിൽ ആദിമസഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എബ്രായ മതവിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവർ പിടിച്ചു നിൽക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് അവർ തിരിച്ചവരുടെ പഴയ മതത്തിലേക്ക് പോകുമോ എന്നൊരു സാഹചര്യം വന്നു. അങ്ങനെ അവരെ പ്രബോധിപ്പിച്ച് എഴുതി അവരെ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ക്രിസ്തുവിന് വേണ്ടി നിലനിർത്താനായി പൗലോസ് എഴുതിയതാണ് ഈ ലേഖനം. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ എന്നൊരു വാക്യം തന്നെ അവിടെയുണ്ട്. മഹത്വനായ ക്രിസ്തു എന്ന വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത്. 1-ാം അധ്യായം തൊട്ട് യേശുക്രിസ്തുവിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച്, നിസ്തുല്യതയെക്കുറിച്ചാണ് എഴുതിയത്. ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ, സമാഗമന കൂടാരത്തേക്കാൾ മഹത്വമായവൻ, നമുക്ക് മുമ്പ് ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്തേക്കും പുരോഹിതൻ, വിശ്വാസവീരന്മാരുടെ ഏക പ്രത്യാശ. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓരോ അധ്യായത്തിലും അടുക്കി വർണ്ണിച്ചു വന്നിട്ട് 11-12 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ആ സ്ലീഹ മറ്റൊരു വിഷയത്തിലേക്ക് വായനക്കാരെ കൊണ്ടുപോവുകയാണ്. 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് ഒരു ഓട്ടക്കളത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുക. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ക്രിസ്ത്യ ജീവിതം ഒരു ഓട്ടക്കളത്തിലാണ്. നാം ദൈവസഭ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി അധിക കാലമില്ല. കർത്താവിൻ്റെ മേശ ഇവിടെ വിളിച്ചു പറയുന്ന ഒരു സത്യം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, യേശുവിൻ്റെ വരവ് വേഗത്തിലായിരിക്കുകയാണ്. ആമേൻ. നമ്മുടെ വാഗ്ദത്തത്തിൻ്റെ പടിവാതിക്കൽ എത്തി എന്ന് ഉറപ്പുള്ള ദൈവമക്കളാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. ഈ കാലഘട്ടത്തിൽ തന്നെ, നമ്മുടെ തലമുറയിൽ തന്നെ ആ മഹാസംഭവം നടക്കാൻ പോവുകയാണ്. ഞാനൊരു ആമേൻ പ്രതീക്ഷിച്ചു. കാരണം അങ്ങനെയുള്ള ചിന്തകൾക്ക് ഇന്ന് വലിയ മൂല്യമില്ലാത്ത ഒരു കാലത്തിലാണ് നാം വന്നിരിക്കുന്നത്. ആരുടെയും തെറ്റല്ല, ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ഒരു വിശ്വാസിയെ കണ്ടെത്തുമോ എന്നാണ് മൂലഭാഷയിൽ. ഒരു വിശ്വാസം കണ്ടെത്തുമോ എന്നല്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുക. എന്നാൽ ഒരു കാര്യം ഓർക്കണം, സ്തോത്രം, കാലഘട്ടങ്ങളും ശാസ്ത്രവും രാഷ്ട്രങ്ങളും ഭൂമിയും ആകാശവും ഒക്കെ വിളിച്ചു പറയുന്ന ഒരേ സത്യമാണ്, കാഹളം മുഴങ്ങാറായി. സ്തോത്രം. റോമാലേഖനത്തിലൊക്കെ പൗലോസ് ശ്ലീഹ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ആമേൻ. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സായ സ്വാതന്ത്ര്യവും പ്രാപിക്കണമെന്ന ആശയോടെ മായയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു. അത് മനഃപൂർവ്വമല്ല, അതിനെ കീഴടക്കിയ നിമിത്തമത്രേ. സർവ്വ സൃഷ്ടിയും ഒരുപോലെ ഞരങ്ങി കാത്തിരിക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും കരയും നമ്മുടെ അകത്തിരുന്ന് നമ്മുടെ ആത്മാവും ഞരങ്ങുന്ന ഒറ്റ കാര്യത്തിലാണ്, ഒരു വീണ്ടെടുപ്പിന് വേണ്ടി. എത്ര പേർക്ക് ആമേൻ ആ ഒരു സത്യം ഇന്ന് പകൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അത് ഈ തലമുറയിൽ തന്നെ സംഭവിക്കും. അതിന് 100 കണക്കിന് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുവാൻ ആമേൻ ദൈവദാസന്മാരാകുന്ന ഞങ്ങൾക്ക് കഴിയും. എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെ പ്രത്യാശ മങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കൺമുന്നിലുള്ളത്. അതുകൊണ്ട് മടുത്തു പോകരുത്. ശ്ലീഹ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്, മടുത്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഓട്ടക്കളത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ വീഴാതെ വണ്ണം മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ നിർത്താൻ കഴിയുന്ന, നമ്മുടെ അക്കരെ എത്തിക്കാൻ കഴിയുന്ന ഒരുവന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് വാക്കു പറഞ്ഞിട്ടുണ്ട്. ക്ഷീണിച്ചു പോകരുത്. ഇവിടെ ആ ഓട്ടക്കളത്തിൽ നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേഡിയത്തിലേക്ക് പൗലോസ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് പറഞ്ഞ പൗലോസ് ഒരു ഓട്ടക്കളത്തിലേക്ക്, ഒരു മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് വായനക്കാരെ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയമാണ്.
നമുക്കറിയാം കുഞ്ഞുങ്ങളൊക്കെ അനേകം പേര് ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കൊക്കെ സ്പോർട്സ് ഇഷ്ടമുള്ളവരാ. ഇന്ന് ഒത്തിരി സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോള്, മറ്റ് കായിക മത്സരങ്ങൾ, ഓട്ടം, അങ്ങനെയുള്ള ഒത്തിരി മത്സരങ്ങൾ ഇന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് വലിയ ഒരു ബിസിനസ്സായി മാറിയിട്ടുണ്ട്. ഈ അടുത്തിടയിലാണ് നമ്മുടെ കേരളത്തിലും ഇല്ലെങ്കിൽ ഭാരതത്തിലും ഇങ്ങനെയുള്ള ക്ലബ്ബ് മത്സരങ്ങൾ, സ്പോർട്സിന് വേണ്ടി ക്ലബ്ബുകൾ സംഘടിപ്പിച്ചു. ക്രിക്കറ്റിന് ക്ലബ്ബുണ്ട്, ഫുട്ബോളിന് ക്ലബ്ബുണ്ട്. കേരളത്തിൽ തന്നെ ഫുട്ബോളിനൊരു ക്ലബ്ബ് ഈ അടുത്തിടയിലുണ്ടായി. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വലിയ മത്സരങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വില കൊടുത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരെ നമ്മൾ ഭാരതത്തിന് വേണ്ടി വില കൊടുത്ത് വാങ്ങുന്നുണ്ട്. ലേലമൊക്കെ നടക്കുന്നുണ്ട് കളിക്കാരെ. സ്തോത്രം. അത് കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ നല്ല നല്ല കളിക്കാരെ ഓരോ ക്ലബ്ബുകാരും വില കൊടുത്ത് വാങ്ങുന്നു. എന്തിനാ? അവരുടെ ക്ലബിന് വേണ്ടി കളിക്കാൻ. അങ്ങനെ കളിക്കുന്ന ക്ലബിന് വേണ്ടി കളിക്കാൻ വേണ്ടി വില കൊടുത്ത് വാങ്ങുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള കളിക്കാർ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ തിരുവല്ലക്കാരാണ്, തിരുവല്ലക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം, തിരുവല്ലയിൽ ഒരു മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ട്. ഒരിക്കലും ആ സ്റ്റേഡിയത്തിൽ കൊണ്ടൊന്നും അവർ കളിക്കത്തില്ല. സ്തോത്രം. എൻ്റെ പ്രിയ സ്നേഹിതൻ റോയിച്ചാൻ്റെ ബ്രദർ ഇവിടെയുണ്ട്. അദ്ദേഹമാണല്ലോ ഈ ചർച്ചിൻ്റെ സെക്രട്ടറി. അവർ തിരുവല്ലയിലായതുകൊണ്ട് അവർക്കൊക്കെ അറിയാം. തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയം ഒരു മഴ പെയ്താൽ മുങ്ങിപ്പോവും. തന്നെയല്ല, അന്താരാഷ്ട്ര നിലവാരമുള്ള കളിക്കാരെ ഒന്നും ഉൾക്കൊള്ളാനുള്ള ഫെസിലിറ്റി ഇല്ല. ഞങ്ങളുടെ കുമ്പനാട് കൺവെൻഷൻ നടക്കുന്ന ഒരു സ്റ്റേഡിയം ഉണ്ട്, നിങ്ങൾക്കും അറിയാം, വലിയൊരു മൈതാനമാണ്. അവിടെയും അങ്ങനെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കളിക്കാരൊന്നും വന്ന് കളിക്കത്തില്ല. കാരണം അവിടെ വേറെ കളികളാണ് നടക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആ മത്സരം നടക്കണമെങ്കിൽ അവരെ ഉൾക്കൊള്ളത്തക്ക നിലവാരമുള്ള ഫെസിലിറ്റിയുള്ള സ്റ്റേഡിയം വേണം. അതിന് കേരളത്തിൽ നമുക്ക് 2 സ്റ്റേഡിയങ്ങളുണ്ട്. ഒന്ന് കൊച്ചിയിലെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയമുണ്ട്, മറ്റൊന്ന് തിരുവനന്തപുരത്തെ കാര്യവട്ടത്തൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയമുണ്ട്. ഈ 2 സ്റ്റേഡിയത്തിലാണ് ഇതുപോലെയുള്ള വലിയ മത്സരങ്ങൾ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പലപ്പോഴും മത്സരങ്ങൾ നടക്കുമ്പോൾ ഈ സ്റ്റേഡിയം വീക്ഷിക്കാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ ദൈവവചനവുമായിട്ട് ചേർന്ന് പോകാനായിട്ട് ഞാൻ ആ സ്റ്റേഡിയത്തിൻ്റെ സംവിധാനം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 2 തരത്തിലാണ് സ്റ്റേഡിയം ഒരുക്കേണ്ടത്. ഒരു മത്സരം നടക്കണമെങ്കിൽ 2 തരത്തിലാണ്. ഒന്ന്, കളിക്കളം ഒരുങ്ങണം, കളിത്തട്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അറിയാം, യൗവനക്കാർക്കറിയാം. ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിച്ചും ഔട്ട്ഫീൽഡും ഉണ്ടാക്കണം. പിച്ചെന്ന് പറയുന്നത് കളിമണ്ണ് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ മണ്ണൊന്നും പറ്റത്തില്ല. വിദേശത്ത് നിന്ന് കളിമണ്ണ് ഇറക്കി അത് അടിച്ചുറപ്പിച്ച് അതിനെ റോളറൊക്കെ കയറ്റി അതിന് മാസങ്ങൾക്ക് മുമ്പേ ഔട്ട്ഫീൽഡ് റെഡിയാക്കും. അവിടെ വലിയ പട്ട് പോലെയുള്ള പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് മെത്ത പോലെ ആ പുല്ല്. കാരണം ഈ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്ന ഈ കളിക്കാരൊക്കെ അതിലേക്ക് പറന്ന് ചാടി വീഴുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നും തൊലിയൊന്നും പോകരുത്. സ്തോത്രം. അതുകൊണ്ട് വലിയ മെത്ത പോലുള്ള പുല്ല് ഔട്ട്ഫീൽഡ് വെച്ച് പിടിപ്പിക്കും. അങ്ങനെയാണ് ആ ക്രിക്കറ്റിൻ്റെ, ഫുട്ബോളും അതുതന്നെ. നിങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങൾ അറിയാം. ഇനി ഓട്ടമത്സരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണാണ് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള, ഇല്ല കോൺക്രീറ്റ്, അതിലേലും ആർക്ക് ഓടാൻ പറ്റില്ല. അതിന് സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കും. പിന്നെ ഇപ്പോൾ വേറെ അഡ്വാൻസ് ടെക്നോളജി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കളിത്തട്ട് റെഡിയാക്കണം, കളിക്കളം. അതുകൊണ്ട് മാത്രം മത്സരം നടത്തത്തില്ല. നല്ലൊരു കളിക്കളം ഒരുങ്ങിയാൽ ഉടൻ മത്സരം പ്രഖ്യാപിക്കത്തില്ല. രണ്ടാമത്, അതിലും പ്രധാനപ്പെട്ട ഒരു ഭാഗം അവിടെ ക്രമീകരിക്കണം, ഗാലറി ഉണ്ടാക്കണം. ഗാലറി. ആമേൻ. കാരണം കാണികൾക്ക് ഇരുന്ന് കളി വീക്ഷിക്കാനുള്ള വളരെ സെക്യൂരിറ്റിയൊക്കെ ഉള്ള ഗാലറികളാണ് ഒരുങ്ങുന്നത്. നിങ്ങൾക്കറിയാം, കലൂരെ ഗാലറിയിൽ നിന്ന് ഇത്രയും സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് നിർമ്മിച്ചിട്ടും അവിടുന്ന് ഒരു MLA താഴെ പോയ കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. ആമേൻ. ഉമാ തോമസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചുണ്ടാക്കേണ്ട കാര്യമാണ്. കാരണം ഇരുന്നു കൊണ്ടാണ് കളി വീക്ഷിക്കുന്നത്. ആമേൻ. അപ്പോൾ ഇതാണ് 2 സംവിധാനം. ഏതാണ്? കളിക്കളം ഒരുങ്ങണം, ഗാലറി, കാഴ്ചക്കാർക്ക് ഇരിക്കാനുള്ള ഗാലറിയും ഒരുങ്ങണം. ഈ 2 സംവിധാനം ഉണ്ടെങ്കിലേ ഒരു നല്ല സ്റ്റേഡിയം എന്ന് പറയാൻ പറ്റൂ. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി 12:1 വായിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ മനസ്സിലാകും. ആമേൻ. അവിടെയും 2 സംവിധാനങ്ങളുള്ള ഒരു സ്റ്റേഡിയമാണ് പൗലോസ് കൊണ്ടിരുന്നത്. നോക്കിയേ, ഓട്ടക്കളം 1. അവിടെ ദൈവസഭയാണ് ഓട്ടക്കളത്തിൽ. ആകയാൽ നാമും, ഇനി ഗാലറിയിൽ ഇരിക്കുന്നവരെ ഒന്ന് പരിചയപ്പെട്ടെ. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ഉണ്ടോ? അവർ നമുക്ക് ചുറ്റും ഗാലറിയിൽ ഇരിക്കുകയാണ്. നാം ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ആരാണ് ഇവർ?
ആരാണ്? ഭൂമിയിലുള്ളവരാണോ? ഭൂമിയിലുള്ളവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ഓട്ടം വീക്ഷിച്ചുകൊണ്ട് ഭൂമിയിലുള്ളവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ന് അവർ നോക്കുന്നത് നമ്മളെയാണ്. നമ്മുടെ ഓട്ടം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സമൂഹവുമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം പുറത്തുള്ളവർ വീക്ഷിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. നമ്മുടെ ഓട്ടവും നമ്മുടെ നടപ്പും നമ്മുടെ ഇടപാടുകളെല്ലാം അതിനനുസരിച്ചല്ലെങ്കിൽ ദൈവനാമം ദുഷിക്കപ്പെടും. എത്ര ദൈവനാമം ദുഷിക്കപ്പെട്ടാലും ദൈവത്തിനൊരു കുഴപ്പവും പറ്റത്തില്ല, സഭയ്ക്കും ഒരു കുഴപ്പവും പറ്റത്തില്ല. കാരണം അങ്ങനെയൊന്നും മഹത്വം നഷ്ടപ്പെടുന്നതല്ല ദൈവത്തിൻ്റെ മഹത്വം. പക്ഷേ നാം ശ്രദ്ധിക്കണമെന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ പുറത്തുള്ളവർ, ലോകത്ത് ജീവിച്ചിരിക്കുന്നവർ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ശ്ലീഹ പറയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരും നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ കുറിച്ചല്ല. ആമേൻ. ഇവിടെ പറയുന്ന സാക്ഷികളുടെ സമൂഹം തൊട്ടു പുറകിലത്തെ അധ്യായത്തിലാണ് അവരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ചെന്ന് ജസ്റ്റ് ഇവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് തിരിച്ചു വരാം. ആരാണിവർ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാർ ആ അധ്യായത്തിനൊരു പേരിട്ടിട്ടുണ്ട്. ബൈബിളിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്നാണ് അവർ വിളിക്കുന്നത്. വെസ്റ്റ് മിനിസ്റ്റർ ആബി. ഈ പേര് കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ? ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പേര് കേട്ട് കാണും. ഇംഗ്ലണ്ടിലെ ഒരു സെമിത്തേരിയുടെ പേരാണ് വെസ്റ്റ് മിനിസ്റ്റർ ആബി. അവിടുത്തെ ഉന്നതന്മാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ഭരണ തലത്തിൻ്റെ ഉന്നതിയിലുള്ളവർ മരിക്കുമ്പോൾ കൊണ്ടുവന്ന് അടക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു സെമിത്തേരിയുടെ പേരാണ് വെസ്റ്റ് മിനിസ്റ്റർ ആബി. നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അത് ഡൽഹിയിലെ രാജ്ഘട്ടാണ്. അവിടെയാണ് ഗാന്ധിജി മുതലായ ഉന്നതന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ആമേൻ. അപ്പോൾ വേദപുസ്തകത്തിലെ ഉന്നതന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. അതുകൊണ്ട് തന്നെ ബൈബിളിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്നാണ് ഈ അധ്യായം അറിയപ്പെടുന്നത്. ഇവിടെയാണ് നാം ഈ 3 ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ സാക്ഷികളുടെ സമൂഹത്തെ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ 4-ാം വാക്യം മുതൽ ആരംഭിക്കുകയാണ്. 3 ഗ്രൂപ്പായിട്ട് ഞാൻ ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിന് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം, പഴയ നിയമ വിശുദ്ധന്മാർ. 4-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ അവരെക്കുറിച്ചാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. 4-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ പഴയ നിയമ ഭക്തന്മാർ, അവരെക്കുറിച്ചാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഫെയ്ത്ത് വാരിയേഴ്സ് എന്ന ടൈറ്റിൽ കൊടുക്കാം, വിശ്വാസവീരന്മാർ. 32 മുതൽ 34 വരെയുള്ള വാക്യത്തിലാണ് അവരെക്കുറിച്ച് പറയുന്നത്, ഫെയ്ത്ത് വാരിയേഴ്സ്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് രക്തസാക്ഷികളാണ്, രക്തസാക്ഷികൾ. 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് ആ രക്തസാക്ഷികളുടെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പം 3 ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ഇവരെല്ലാം അക്കരെ നാടണഞ്ഞവരാണ്. സ്വത്രം. അവർക്ക് ദൈവം കൊടുത്ത ട്രാക്കിൽ കൂടെ ഓടി ഓട്ടം പൂർത്തീകരിച്ച് അക്കരെ നാടെത്തിയ വിശുദ്ധന്മാരെല്ലാം ഇതാ സാക്ഷികളുടെ സമൂഹമായി ദൈവസഭ ഓടുന്നത് കണ്ടുകൊണ്ട് ഗാലറിയിൽ കാത്തിരിക്കുകയാണ്. ദൈവമക്കളോട് ഞാൻ പറയാം, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങൾ എന്നെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇനിയുള്ള കാലം കുറച്ച് നാളെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ഈ സന്ദേശം സൂക്ഷിക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മെ കാത്തിരിക്കുന്ന ചിലരുണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായേ മതിയാകത്തുള്ളൂ. ആമേൻ. പഴയ നിയമ ഭക്തന്മാർ കാത്തിരിക്കുന്നു, വിശ്വാസവീരന്മാർ കാത്തിരിക്കുന്നു, രക്തസാക്ഷികൾ കാത്തിരിക്കുന്നു. ഇവരെന്തിനാണ് കാത്തിരിക്കുന്നത്? 39-40 വാക്യങ്ങളിലാണ് പൗലോസ് അത് എഴുതിയിരിക്കുന്നത്. അതോടൊന്ന് വായിച്ച് കേൾപ്പിക്കാമോ? നിങ്ങൾ ആരും ഒരു ആമേൻ പറഞ്ഞില്ല. അത് മനസ്സിലാകാതെ പോയത് കൊണ്ടാണോ? അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്താ പ്രാപിക്കാതിരുന്നത്? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതി വെച്ചു.
ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവുമില്ലാതെ പാളയത്തിന് പുറത്ത് കിടക്കാൻ വിധിക്കപ്പെട്ട നമുക്ക് വേണ്ടി നമ്മുടെ അരുമനാഥൻ പാളയത്തിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ച് നമ്മെ അകത്ത് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ഏറ്റവും നല്ലത് ഒന്നാം സ്ഥാനം യേശുക്രിസ്തുവിന്റെ മണവാട്ടി എന്ന പദവിയിലേക്ക് കരം പിടിച്ച് കയറ്റിയത് ആമേൻ അവര് തള്ളിക്കളഞ്ഞ അജാതികളാകുന്ന നമ്മളെയാണെങ്കിൽ നമ്മൾ ചെന്ന് നമ്മുടെ പ്രതിഫലം വാങ്ങാതെ അവർക്ക് അവരുടെ പ്രതിഫലം വാങ്ങാൻ കഴിയത്തില്ല. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ ദൈവസ്നേഹത്തിന്റെ ആഴമോർത്താൽ എങ്ങനെയാണ് സ്തുതിക്കാതിരിക്കുന്നത്? എങ്ങനെയാണ് അവനെ ആരാധിക്കാൻ കഴിയുന്നത്? ആമേൻ. ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവർ നമ്മളെ കാത്തിരിക്കുക നിത്യ വീട്ടിൽ. കാത്തിരിക്കാൻ വീട്ടിൽ ആളുണ്ടെങ്കിൽ മടക്കയാത്രയ്ക്ക് തിടുക്കം കൂടും. സ്തോത്രം. ഞാൻ അടുത്ത വെള്ളിയാഴ്ച വരെ ഇവിടെയുള്ളൂ. തിരിച്ച് നാട്ടിലേക്ക് പോകണം. ഇപ്പോഴേ എൻ്റെ ഉള്ളിൽ ഒരു തിടുക്കമുണ്ട്. കാരണം എന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ്. നിത്യവീട്ടിൽ നമ്മെ കാത്തിരിക്കാൻ ചിലരുണ്ടെന്നുള്ള തിരിച്ചറിവ് മടക്കയാത്രയ്ക്ക് തിടുക്കം കൂടുന്നുണ്ടോ? ഞാൻ സാറ് പറഞ്ഞ പോലെ ഞാൻ അത്യാവശ്യം എഴുതുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ യാത്രകളാണ് ഞാൻ കൂടുതലും പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓരോ യാത്രയിലും ഞാൻ എൻ്റെ സഹയാത്രികരെ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ വിദേശ രാജ്യത്തേക്കൊക്കെ പലവട്ടം ഞാൻ യാത്ര ചെയ്യുന്നയാളാണ്. ഇപ്പം ഞാൻ എൻ്റെ സഹയാത്രികരെ ശ്രദ്ധിക്കും. എങ്ങനെയാണ് ഇവർ ആ യാത്രയോട് പ്രതികരിക്കുന്നത്? ഇപ്പം നാട്ടിൽ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം നിങ്ങളിൽ പലരും ആ ഒരു മാനസികാവസ്ഥ ഉള്ളവരായിരിക്കാം. ഇവിടുന്ന് പോയി കുടുംബത്തിൻ്റെ കൂടെ 1-2 മാസം ചിലവഴിച്ചിട്ട് തിരിച്ച് മടങ്ങി ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള യാത്ര നെടുമ്പാശ്ശേരി വെച്ചൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങൾ 3 മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ അവധി കഴിഞ്ഞ് വരുന്ന സഹോദരന്മാരൊക്കെ അവർ ആ ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പായിരിക്കും ചിലപ്പോൾ എൻട്രി ചെയ്യുന്നത്, അല്ലേ? അവിടെ നിന്ന് പ്രിയപ്പെട്ടവരെ പിരിഞ്ഞ് പോരാൻ ഒരു മടി. ഞാൻ മസ്കറ്റിൽ ഒരിക്കൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ശ്രദ്ധിച്ചു. ആവർത്തിച്ച് ഒരു 40 മിനിറ്റ് ഒരു വ്യക്തിയുടെ പേര് എല്ലാ ബോക്സിൽ കൂടെ ഇങ്ങനെ കേൾക്കാം. മുഹമ്മദ് ഇബ്രാഹിം, നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുക, വേഗത്തിൽ ഗേറ്റിങ്ങിലേക്ക് വരൂ. 5 മിനിറ്റ് കഴിയുമ്പം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഞാൻ വാച്ച് ശ്രദ്ധിച്ചു. 40 മിനിറ്റ് ആ ഒരു മനുഷ്യൻ്റെ പേര് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്കറിയില്ല അയാൾ കയറിയോ എന്ന്. പാവം ഒരുപക്ഷെ എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങിപ്പോയി കാണും, അല്ലേ വന്ന വഴി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയോ അറിയില്ല. എന്താണേലും മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ പേരിങ്ങനെ പറയുന്ന കേട്ടു. കാരണം പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് ചിലപ്പം സംസാരിച്ചിരുന്ന് കാണുവരെ പിരിയാൻ പറ്റാതെ വരും. കൊച്ചിയിലും ഞാനിത് കേട്ടിട്ടുണ്ട്, പലരുടെയും പേര് അനൗൺസ് ചെയ്യുന്നത്. ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കും, അവർ അവസാന മൂമെൻറ്റിലാണ് വരുന്നത്. വന്ന ഉടനെ അടുത്ത സീറ്റിൽ ഇരിക്കുക, ബെൽറ്റ് ഇടുക, ഒരൊറ്റ ഉറക്കുക. അവർക്ക് ടേക്ക് ഓഫും കാണണ്ട, അല്ലേ? മണ്ണിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഉയരുന്നത് കാണുമ്പോഴേ ചങ്ക് പൊടിയുക. തിരിച്ച് ഷാർജയിലോ കുവൈറ്റിലോ ഒക്കെ വന്നാലും ബെൽറ്റ് അഴിക്കാനൊരു മടി, ഇറങ്ങാനൊരു മടി. പക്ഷെ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഇങ്ങോട്ടുള്ള യാത്ര. പക്ഷെ തിരിച്ച് ഞാൻ അവരെ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഈ ബാച്ചിലേഴ്സിൻ്റെ ഡോർമെട്രിയിൽ 1-2 പ്രാവശ്യം എനിക്ക് ഷാർജ വെച്ച് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓരോ 2 ആഴ്ച മുമ്പേ തിരിച്ചു പോക്കിനുള്ള ഒരുക്കമാണ്. അമ്മാച്ചന് വാച്ചും ആൻറ്റിക്ക് സാരിയും സ്പ്രേയും ഇതെല്ലാം മേടിക്കും, കെട്ടും, പിന്നെ അഴിക്കും, കെട്ടും. രാത്രി ഞങ്ങൾ 12 മണിക്കൊക്കെ ഒരു മീറ്റിങ്ങൊക്കെ ഒന്ന് കിടന്ന് കണ്ണടയ്ക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് കവറിൻ്റെ കിലുക്കമാണ്. ഇതിനകത്തുനിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പർച്ചേസ് ചെയ്ത് ഷോപ്പിംഗ് ചെയ്ത് എന്നിട്ട് പോകുന്നതിൻ്റെ അന്ന് രാവിലെ രാത്രി ഇറങ്ങണം കിടന്ന് ഉറങ്ങുമോ? അതൊന്നുമില്ല, ഇങ്ങനെ കാത്തിരിക്കും. അങ്ങനെ 3 മണിക്കൂർ മുമ്പേ അവിടെ റിപ്പോർട്ട് ചെയ്യുക. എയർപോർട്ടിൽ ഇങ്ങോട്ട് വരാൻ 1 മണിക്കൂറിന് മുമ്പ് 10 പ്രാവശ്യം അനൗൺസ് ചെയ്ത പുള്ളി അങ്ങോട്ട് പോകാൻ 3 മണിക്കൂറിന് മുമ്പേ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അവരെ ആരും നിർബന്ധിക്കേണ്ട, എല്ലാം ചെയ്ത് അവർ ആദ്യമേ കയറും. ഇങ്ങോട്ട് വന്ന പോലെ ബെൽറ്റ് ഇട്ട് ഉറക്കമൊന്നുമില്ല, കാരണം ഉറക്കമൊന്നും വരത്തില്ല. എന്താ കാര്യം?
അവിടെ വാതിക്കൽ ചിലർ കാത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മുഖം കാണാൻ, പ്രിയ ഭാര്യയുടെ മുഖം കാണാൻ, ജനിപ്പിച്ച മാതാപിതാക്കളുടെ മുഖം കാണാനുള്ള ഒരു ആവല്. ആമേൻ. കൊച്ചിയുടെ അന്തരീക്ഷത്തിൽ ചെന്ന് ഫ്ലൈറ്റ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ മേഘവും അവരെ എണ്ണിയാണ് ഇറങ്ങുന്നത്. റൺവേയിലേക്ക് വീല് തൊടുമ്പോൾ തന്നെ ബെൽറ്റ് അടിച്ച് ഇറങ്ങാൻ തിടുക്കുക. കാരണം പുറത്താള് കാത്തിരിപ്പുണ്ടെന്ന തിരിച്ചറിവ് എങ്ങും സമയം കളയത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസഭയോടാ സംസാരിക്കുന്നത്. നിത്യ വീട്ടിൽ നമ്മെ കാത്ത് ചിലരുണ്ടെന്നുള്ള തിരിച്ചറിവ് മടക്കയാത്രയ്ക്ക് തിടുക്കം കൂട്ടുന്നുണ്ടോ? അവിടെ കാത്തിരിക്കുന്ന പഴയ നിയമ ഭക്തന്മാരെക്കാൾ ഉപരി, വിശ്വാസവീരന്മാരെക്കാൾ ഉപരി, അവൻ രക്തസാക്ഷികളെക്കാൾ ഉപരി നമുക്ക് വേണ്ടി സ്വന്തം ചങ്ക് കുത്തി തുറന്ന് അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്ന നമ്മുടെ അരുമനാഥന്റെ മുഖം ഒന്ന് കാണാൻ, ആ മാറിലേക്കൊന്ന് ചാഞ്ഞുറങ്ങാൻ എത്ര പേര് ഇന്ന് പകൽ ആഗ്രഹിക്കുന്നുണ്ട്? അവർക്ക് എന്നോട് ചേർന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുൻ വിഹംഗമിച്ച വിശുദ്ധരെ, വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ, ഈ വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ, സ്ഫടിക തുല്യമാം ദ്യുതി വിളങ്ങിടും പല പല പ്രിയമുഖങ്ങളെ, സ്ഫടിക തുല്യമാം ദ്യുതി വിളങ്ങിടും പല പല പ്രിയമുഖങ്ങളെ, കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? സാധാരണക്കാരല്ല പ്രിയരെ ഈ കാത്തിരിക്കുന്നവര്, സാക്ഷികളുടെ സമൂഹമാ. എന്നാൽ ഇവിടെ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. എല്ലാ സ്റ്റേഡിയത്തിലും ഇരുന്നു കൊണ്ടാണ് മത്സരം വീക്ഷിക്കുന്നത്. ഇരുന്നു കൊണ്ടാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, നിങ്ങളെല്ലാം ഇരിക്കുന്നു. എന്നാൽ പാസ്റ്റർ എഴുന്നേറ്റ് നിൽക്കുക, നമുക്കും അങ്ങ് എഴുന്നേക്കാന്ന് വെച്ച് ഈ ഫ്രണ്ട് റോയിലുള്ള ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങ് എഴുന്നേറ്റെന്ന് വെച്ചു. നിങ്ങൾ അടങ്ങിയിരിക്കത്തില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി എവിടെ ഇരിക്കാൻ പറയും. കാരണം അതാണ് അതിൻ്റെ ഒരു രീതി. സ്റ്റേഡിയത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ സ്റ്റേഡിയത്തിൽ അവർ ഇരിക്കുകയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ഈ സ്റ്റേഡിയത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കുക. ദൈവസഭ ഓടുന്ന ഓട്ടം കണ്ടുകൊണ്ടിരുന്നവർ എന്തോ കാരണത്താൽ എഴുന്നേറ്റു. സാധാരണ എല്ലാ സ്റ്റേഡിയത്തിലും എപ്പോഴാണ് ആൾക്കാരെല്ലാം എഴുന്നേക്കുന്നത്? രണ്ട് കാര്യം നടക്കണം. രണ്ട് കാര്യം. ഒന്ന്, ജയം പ്രാപിക്കുമ്പോൾ, സാർ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോഴോ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോഴോ എല്ലാവരും എഴുന്നേക്കും. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവർ എഴുന്നേക്കും. ഇപ്പോൾ സച്ചിൻ, കുഞ്ഞുങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പറയും, സച്ചിനെ അവർക്കൊക്കെ ഇഷ്ടമാണ്. സച്ചിൻ സെഞ്ചുറി അടിക്കാൻ നിൽക്കുക, 99 നിൽക്കുമ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരാൾ അവൻ ഇരുന്നുകൊണ്ട് കളി കാണത്തില്ല. സച്ചിനെ പിന്നെ നമ്മളായിരിക്കും കളിപ്പിക്കുന്നത്, അല്ലേ? ഫുട്ബോൾ ആണെങ്കിലും അങ്ങനെയാണ്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവർ, അല്ലാത്തവരുടെ കാര്യം അല്ല ഞാൻ പറയും. ഫുട്ബോൾ ആണെങ്കിൽ ആ പെനാൽറ്റി ബോക്സിൻ്റെ ഫ്രണ്ടിൽ സ്ട്രൈക്കർമാരുടെ കയ്യിലേക്ക് ബോൾ വന്നു കഴിഞ്ഞാൽ പിന്നൊരു മേളമാണ്, അല്ലേ? ഞങ്ങൾ പണ്ട് ഈ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ഇരുവിപേരൂർ അവിടെ ഒരു ക്ലബ്ബുണ്ട്. അന്നൊന്നും ആ ഒരു വീട്ടിലും ടി വി ഇല്ല. ഇരുവിപേരൂർ പൈലറ്റ് ക്ലബ്ബ്. ആ ക്ലബിൻ്റെ ഫ്രണ്ട് വലിയ സ്ക്രീൻ വെച്ചിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം വെളുപ്പിനെ 4 മണിക്കാന്ന് ഓർത്തോണം കളി. കിലോമീറ്ററുകൾ നടന്ന് അപ്പച്ചന്മാരെല്ലാം വന്ന് ഫ്രണ്ട് ഇരിക്കുക. അപ്പം മറഡോണ കളിച്ചുകൊണ്ടിരിക്കുക. 2-3 ചാൻസ് കിട്ടിയിട്ട് പുള്ളി തട്ടിക്കളഞ്ഞു. ഒരു ഫ്രണ്ടിലൊരു അപ്പച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് ദേഷ്യം, അടിയടാന്ന് പറഞ്ഞ് കാല് നോക്കി ഒറ്റ അടിയായിരുന്നു. മുന്നേ ഇരുന്ന കസേരക്കിട്ട് പണ്ട് യാക്കോബി അബ്ബോക്ക് കടവിൽ നിന്ന് പോയ പോലെ. പിന്നെ അവിടുന്ന് കളിയും കഴിഞ്ഞിട്ട് തിരിച്ചു പോയത്. ഇങ്ങനെ, കാരണം ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എഴുന്നേറ്റ് നിൽക്കും, ജയ് വിളിക്കും. അന്നേരം പിന്നെ ആരും ബഹളം ഉണ്ടാക്കത്തില്ല, അല്ലേ? ഒന്നിലത് ബോള് വലയ്ക്കകത്ത് കയറ്റണം, അല്ലേ അടിച്ച് ഔട്ട് കളയുന്നത് വരെ ആ പ്രകടനം. അത് കഴിഞ്ഞ് മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം, ഇല്ലേ വിവരം അറിയും കളയ, അല്ലേ? അപ്പം നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ എഴുന്നേക്കാൻ അവസരമുണ്ട്. അല്ലെങ്കിൽ ഫൈനൽ വിസിൽ കളി തീർന്നാൽ പിന്നെ ഇരുന്നിട്ട് കാര്യം, എല്ലാവരും എഴുന്നിട്ട് പോകുമല്ലേ പറ്റുള്ളൂ. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്, കളിക്കളത്തിൽ ഒരു അപകടം സംഭവിച്ചാലും എല്ലാവരും ചാടി എഴുന്നേക്കും, അല്ലേ? ഇപ്പം സച്ചിൻ എറിഞ്ഞുകൊണ്ട് നിൽക്കുക, സെഞ്ചുറി അടിക്കാൻ 1 റണ്ണൂടെ മതി,
പണ്ടത്തെ പാകിസ്ഥാൻ്റെ ഒരു ബൗളർ ഉണ്ടായിരുന്നു, അക്തർ. അവൻ 165 കിലോമീറ്ററിലൊക്കെ എറിയുന്നവനോ. അവൻ മിക്കവാറും ഇങ്ങേരുടെ തലക്കിട്ടാണ് എറിയുന്നത്. ഒരു ബോൾ അങ്ങ് തലയ്ക്ക് കൊണ്ട് സച്ചിൻ അങ്ങ് താഴെ വീണെന്ന് വെച്ചോ, പുള്ളി വീണ് നന്നായിരിക്കുന്നതെന്നും പറഞ്ഞ് കാണികൾ അവിടെ ഇരിക്കുമോ? എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഞാനിപ്പോൾ ഇവിടെ കുഴഞ്ഞു വീഴുക എന്ന് വെച്ചോ, പാസ്റ്റർ വീണു, സ്വോത്രം കർത്താവേ എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ ഇരിക്കുമോ? നിങ്ങളെല്ലാം ചാടി എഴുന്നേൽക്കുമോ? എന്താ സംഭവിച്ചതെന്നറിയാൻ. ഈ 2 സാഹചര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ കളിക്കളത്തിൽ എഴുന്നേറ്റ് നിൽക്കൂ. ആമേൻ. അങ്ങനെയെങ്കിൽ ഇവരിവിടെ ചുറ്റും നിൽക്കുന്നു എന്നൊരു ചിത്രമാണ് വരുന്നേ. എന്തിനാ ഇവർ നിൽക്കുന്നത്? ദൈവസഭയുടെ ഫൈനൽ വിസിൽ മുഴങ്ങിയത് കേട്ടിട്ടാണോ? അല്ല. കാരണം നമ്മുടെ ഓട്ടത്തിൻ്റെ ഫൈനൽ വിസിൽ എന്താ? കാഹളം ധ്വനിക്കും. അതാണ് നമ്മുടെ ഫൈനൽ വിസിൽ. അത് ഇതുവരെ മുഴങ്ങിയിട്ടില്ല. ആമേൻ. അത് ഈ തലമുറ, ഞാൻ പറഞ്ഞല്ലോ, ഈ തലമുറ അത് കാണും. അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങി കാത്തിരിക്കുക. പ്രകൃതി, രാഷ്ട്രങ്ങൾ, രാഷ്ട്രത്തലവന്മാർ, സാഹചര്യങ്ങൾ എല്ലാം ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുപോലെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി യേശുവിൻ്റെ വരവിന് മുന്നോടിയായി നടക്കാൻ ഒരു പ്രവചനവും ഇനി ബാക്കിയില്ല കേട്ടോ. അതിനുവേണ്ടി ഒന്നുമല്ല കർത്താവ് കാത്തിരിക്കുന്നത്. പത്രോസ് പറയുന്നത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് നിശ്ചയിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ആരായി നിങ്ങളെന്നറിയാമോ? ഇതാർക്ക് ഈ ലേഖനം എഴുതിയോ? പത്രോസ് ആർക്കാണോ ലേഖനം എഴുതിയ അവരോട് പറയുക, നിങ്ങളോട്, നിങ്ങൾക്കൊരു മാനസാന്തരം വേണം. സത്യത്തിൽ 2-ാം ലേഖനം നമുക്കുള്ള ലേഖനമാണ്, ദൈവസഭയ്ക്കാണ്. അതിൻ്റെ തുടക്കത്തിൽ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ച വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. അങ്ങനെയെങ്കിൽ സഭയ്ക്കുള്ള ദൂത, പാപിക്കോ പിന്മാറ്റക്കാരനോ ഇവിടുത്തെ ജാതികൾക്കോ ഉള്ള ലേഖനമല്ല. പത്രോസിൻ്റെ 2-ാം ലേഖനം ദൈവസഭയ്ക്കുള്ള പ്രബോധനമാണ്. അതിനകത്ത് ഞാൻ ആ ഭാഗം വായിച്ച് പേടിച്ചിരിക്കുക. കാരണം പറയുകയാണ്, നിങ്ങൾക്കൊരു മാനസാന്തരം വേണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14 പറയുന്നു, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പീൻ. ആരുടെ രക്ഷ? നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മലയാളത്തിൽ. ഇന്നലെ കാഹളം ധ്വനിക്കാതിരുന്നത് രക്ഷയാണ്. നമ്മളിവിടെ മറ്റുള്ളവർ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ പ്രകടനങ്ങൾ മുഴുവൻ. പക്ഷെ കർത്താവ് കാത്തിരിക്കുന്നത് നമ്മുടെ രക്ഷ പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് എന്ന ദിവസത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി, കാഹളം ധ്വനിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ഞാൻ എന്നെയും കൂടെ പ്രതി കൂട്ടിക്കയറ്റുകയാണ്. അപ്പോൾ ഇവർ എഴുന്നേറ്റ് നിൽക്കുന്നത് സഭയുടെ ഫൈനൽ വിസിൽ മുഴങ്ങിയത് കേട്ടിട്ടല്ല. അങ്ങനെയെങ്കിൽ നിശ്ചയമായി 2-ാമത്തെ കാര്യമാണ്. എന്താണ്? കളിക്കളത്തിൽ അപകടം സംഭവിച്ചു, ഓട്ടക്കളത്തിൽ അപകടം നേരിട്ടിരിക്കുന്നു. ഇത് കണ്ടിട്ടാ. നോക്കിയേ, 12-ന്റെ 12 വായിക്കാമോ? 12-ന്റെ 12 വായിക്കാമോ? അപകടം സംഭവിച്ചിരിക്കുന്നു. കൈ കുഴഞ്ഞ് കാല് തളർന്ന് ട്രാക്കിൽ വീണ് കിടക്കുക ദൈവസഭ. ഇതാ ചിത്രം. മുന്നേറി പോകാൻ കഴിയുന്നില്ല. എന്നിട്ട് പൗലോസ് പറയാ, ഇപ്പം മുടന്ത് വന്നതേ ഉള്ളൂ. അടുത്ത ഉളുക്ക് വീഴുന്നതിന് മുമ്പ് എഴുന്നേക്കാനാ പറയുന്നേ. കണ്ടോ എത്ര ഭീകരതയാ ഇതിനകത്ത്. ഒരു തലമുറ ഇവിടെ അറച്ചു നിൽക്കുക. നമ്മുടെ യുവാക്കൾക്ക് മാതൃക കാണിക്കാൻ ആരാ ഉള്ളത് നമ്മുടെ ഇടയിൽ? അവർ പലതും കണ്ടും കേട്ട്, കാരണം നമ്മേക്കാൾ കൂടുതൽ അവരാ കാണുന്നേ. അവർ സൈബർ യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ വല്ലപ്പോഴും മൊബൈൽ എടുക്കുന്ന പോലെ അല്ല, ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. ദൈവമക്കളെ, വളരെ ഗൗരവം ഞാൻ ഈ പറയുന്ന വിഷയം. ഞാൻ 100 കണക്കിന് സഭയെ വിസിറ്റ് ചെയ്യുന്ന ഒരു പാസ്റ്ററാ. അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുക നമ്മുടെ സഭകൾ. യൗവനക്കാർക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം അവർ പലതും കണ്ടും കേട്ടും കൈ തളർന്ന് കാല് കുഴഞ്ഞ് മുടന്തുള്ളവരായി മാറി. ആത്മീയത്തിൽ അവർക്ക് മുന്നേറാൻ കഴിയത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, മുടന്തിയെ ചേർക്കാനല്ല എൻ്റെ കർത്താവ് വരുന്നത്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ ഏൽപ്പിപ്പാൻ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. യാതൊരു ഊനവും വാട്ടവും മാലിന്യവും കറയും കളങ്കവും ഒന്നും ഇല്ലാത്ത നിർമ്മല കന്യകയായ സഭയെ ചേർക്കാനായി യേശു വരുന്നത്. പക്ഷെ സഭ ഇവിടെ മുടന്തിയായി മാറി.
കൈ കുഴഞ്ഞ് കാല് തളർന്ന് മുന്നേറാൻ കഴിയാതെ ട്രാക്കിൽ കിടക്കുക. ഓട്ടം ഓടിക്കൊണ്ടിരുന്ന സഭ, കഴിഞ്ഞ 2000 വർഷമായി ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന സഭ, അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്താറായപ്പോ കാലിന് മുടന്ത് വന്നെന്ന്. സാധാരണ നമ്മുടെ ഓട്ടത്തിൽ ഒരു മുടന്ത് വന്നാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു വൈദ്യനെ പോയി കാണും. അദ്ദേഹം കുറച്ച് എണ്ണയും കുഴമ്പും ഒക്കെ ഇട്ടു ഒരു തൂക്കും ഒരു പിടുത്തോ ഒരു തിരുമോ കഴിഞ്ഞ് വലിച്ച് നീർത്താൽ ഓക്കെയാ. അല്ലെങ്കിൽ അതും വെച്ചുകൊണ്ട് നടന്നാൽ ഉളുക്കാണ് വീഴാൻ പോകുന്നത്. പിന്നെ സർജറി മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന് കാലിന് പാത നിരപ്പാക്കുവിൻ. ഈ ദൈവസഭയ്ക്ക് വന്നിരിക്കുന്ന ഈ ഒരു അപകടം കണ്ടുകൊണ്ട് അക്കരെ നാട് എത്തിയ വിശുദ്ധന്മാരെല്ലാം ഒരുമിച്ച് ആശ്ചര്യഭരിതരായി ഈ ഗാലറിക്ക് ചുറ്റും നിൽക്കുന്ന ചിത്രമാണ് ശ്ലീഹ പൗലോസ് ഇവിടെ എഴുതി തന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഞങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം വേണം. ആമേൻ. അങ്ങും ഇങ്ങും നോക്കി ഓടുവാനല്ല, തളർന്നിവിടെ കിടക്കാനല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് അവൻ ഭാരമെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് പാപമെല്ലാം വിട്ടുകൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഓടാൻ ഞങ്ങളുടെ കാലുകളെ മാൻപേടെ കാലുപോലെ ആക്കണമെന്ന് എത്ര പേര് ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങും. ആ ബാല്യക്കാർ ക്ഷീണിക്കും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. മുന്നേറിപ്പോകാൻ ഒരു ബലം അകത്തുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇവിടെ ക്ഷീണിച്ച് കിടക്കാനല്ല. നിന്റെ വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 വീണാലും നിന്നോടത് അടുത്ത് വരത്തില്ല. കാരണം നമ്മെ വീഴാൻ വിളിച്ചതല്ല. നിത്യ വീട്ടിൽ നമ്മെ കാത്തിരിക്കുന്ന ചിലരുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ഉള്ളിൽ മുഴങ്ങേണ്ടത്. സാധാരണക്കാരല്ല അവര്. നമ്മൾ ഏത് കാര്യത്തിൽ മടുത്ത് തളർന്നിവിടെ കിടന്നാലും ഈ സാക്ഷികളുടെ സമൂഹത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓരോരുത്തരുടെയും സാക്ഷ്യം കേട്ടാൽ മതി, നമ്മുടെ ക്ഷീണമെല്ലാം മാറും. സ്തോത്രം. ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വരട്ടെ. ഗാലറിയിൽ ഇരിക്കുക, ഞാനിവിടെ തളർന്ന് വീണ് കിടക്കുക. എൻ്റെ തളർച്ചയുടെ കാരണം പലതരത്തിലാണ് നമ്മൾ തളരുന്നത്. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ആമേൻ. ചിലർക്ക് ക്രിസ്തു നിമിത്തം ഉപദ്രവം ഹേതുവായിട്ട് ക്ഷീണിച്ചു പോയവരുണ്ട്. വീട്ടുകാരുടെ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന് കുത്തുവാക്കുകൾ, കളിയാക്കലുകളും അല്ലെങ്കിൽ ഒരു ഉപദ്രവമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മടുത്തു പോകും. അങ്ങനെ തളർന്ന് നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത് ആമേൻ ഹാബേലാണ്. ഹാബേൽ നമ്മളെ തട്ടി വിളിച്ചിട്ട് ചോദിക്കുക, എന്താ ഇവിടെ കിടക്കുന്നത്? അച്ഛാ വയ്യ, എനിക്ക് വയ്യ, ഇനി ഞാൻ ഈ രീതി മുന്നോട്ട് പോകത്തില്ല, പാടില്ല, എഴുന്നേക്ക്. ഞാൻ 1ാമത്തെ രക്തസാക്ഷിയാണ്. സത്യദൈവത്തെ ആരാധിച്ച നിമിത്തം എനിക്ക് എൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ജീവനെ ഒന്നും ബലി കഴിക്കേണ്ടി വന്നില്ലല്ലോ. അവൻ എന്തെങ്കിലും ഒരു വാക്ക് കേട്ട് ക്ഷീണിച്ചു പോകരുത്, എഴുന്നേറ്റ് മുന്നേറാൻ ഇന്ന് നമ്മെ തട്ടി ഉണർത്തുന്ന പോലൊരു ഫീലിങ്. വേറെ ചിലർക്ക് തടസ്സം ബന്ധങ്ങളാണ് ആത്മീയത്തിൽ മുന്നേറാൻ തടസ്സം. ചിലർ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പാസ്റ്റർ എൻ്റെ ഇന്നത്തെ മെസ്സേജ് ഉണ്ടല്ലോ ഇന്ന് അച്ഛന് വേണ്ടിയാ, ഇല്ലേ ഭാര്യയ്ക്ക് വേണ്ടിയാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരാണ് എൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സം. ചിലർക്ക് ഭാര്യ തടസ്സം, ഭർത്താവ് തടസ്സം, മക്കൾ തടസ്സം, അമ്മായിയപ്പൻ തടസ്സം, അമ്മ തടസ്സം, നാത്തൂൻ തടസ്സം, സഭാവിശ്വാസികളുടെ തടസ്സം. ചിലരുടെ ആത്മീയത്തിന് തടസ്സം നിൽക്കുന്നത് സഭയുടെ പാസ്റ്റർ. അങ്ങനെ പറയുന്നവരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങേരെ ആ സഭയിൽ നിന്ന് പോകാതെ ഞാൻ ഇനി അങ്ങോട്ട് ഇല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ക്ഷീണിച്ചും മടുത്തും ട്രാക്കിൽ കുഴഞ്ഞു കിടക്കുമ്പോൾ അടുത്ത ആൾ ഇറങ്ങി വരുക. അദ്ദേഹത്തിന്റെ പേര് ഹാനോക്കെന്ന. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആമേൻ. ഹാനോക്ക് തട്ടി വിളിച്ചിട്ട്, എന്നാ ഇവിടെ കിടക്കുന്നേ? ഓ മടുത്തു. ഇവരും എല്ലാം തടസ്സമാണ്. ഹാനോക്ക് പറയും, എനിക്ക് കുടുംബം ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, കൊച്ചുമക്കളുണ്ടായിരുന്നു, നിങ്ങൾ ഈ പറയുന്ന അമ്മായിയപ്പനും അമ്മായിയമ്മയും എല്ലാം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവരാരും തടസ്സമല്ല. ഞാൻ അവരോടുകൂടെ നടന്നു, ദൈവത്തോടുകൂടെ നടന്നു. 365 വർഷം ഈ ഭൂമി ജീവിച്ചിരിക്കാൻ അവസരം കിട്ടിയിട്ട് ഞാൻ 300 വർഷവും ദൈവത്തോട് കൂടെ നടന്നു. 300 വർഷം ദൈവത്തോട് കൂടെ നടന്ന ഒരു ഭക്തൻ അക്കരെ നാട്ടിൽ ചെന്ന് പ്രതിഫലം കിട്ടാതെ നമ്മെ കാത്തിരിക്കുമ്പോൾ 3 വർഷം പോലും ഓടാതെ മടുത്തുപോയ നമുക്ക് എഴുന്നേക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നകത്തൊരു ബലം എത്ര പേരുടെ അകത്ത് നിറയുന്നുണ്ട്. മടുത്തുപോയിടത്ത് നിന്ന് തന്നെ എഴുന്നേക്കത്തക്ക നിലയിൽ ദൈവം നമ്മുടെ കാലുകളെ ഉറപ്പിക്കാൻ അവൻ ശക്തനായ ദൈവമാണ്. ചിലരുടെ സങ്കടം എന്ന് പറയും, ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്താല. ആമേൻ.
25-30 വർഷമായി വിദേശത്ത് വന്ന് ജോലി ചെയ്യുക. ഒന്നും നേടിയില്ല പാസ്റ്റർ. ഒരു വീടും വെച്ചില്ല, സ്ഥലവും മേടിച്ചില്ല, ഇനി കട്ട വെച്ചിട്ടുണ്ട്, അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേളിലൊരു കട്ട വെക്കാൻ കഴിഞ്ഞിട്ട്. ഇതൊക്കെയാ സങ്കടം. അവരോട് ഒരു ഭക്തൻ അടുത്ത ആൾ ഇറങ്ങി വരിക. അദ്ദേഹം പറയും, എൻ്റെ പേര് അബ്രഹാം എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരത്തിനായി കാത്തിരുന്നു. മക്കളെ, എന്നെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ കുഞ്ഞുങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വീട് ആരുടെയാണെന്നറിയാവോ? ഏതംബാനിയാ? മുകേഷ് അംബാനി. ആ വീടിൻ്റെ പേരറിയാവോ? നിങ്ങളുടെയൊക്കെ വീടിൻ്റെ വീട്ടുപേരറിയാവോ? ഞങ്ങളുടെ വീട്ടുപേരറിയത്തില്ല പാസ്റ്ററെ. പിന്നാണോ? അംബാനിയുടെ വീട്ടിന് പേര് ആൻറ്റീലിയ എന്നാണ്. ആൻറ്റീലിയ. 14,000 കോടി രൂപയാണ് ആ വീടിൻ്റെ മൂല്യം. 14,000 കോടി. 400 ജോലിക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. 400 പേര്. ഏതാണ്ട് 32-35 നിലകളെ അയാളുടെ വീടിൻ്റെ കാര്യമാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ആൻറ്റീലിയക്കായാലും വലിയ വീട് വെക്കാൻ പോക്കറ്റിൽ കാശുണ്ടായിരുന്ന ആളാണ് അബ്രഹാം. സംശയമുണ്ടോ? വീട്ടിൽ പോയി കണക്കൊന്ന് നോക്കണം. 1500 പേരാണ് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അത് 318 അഭ്യാസികളാണ്. അപ്പം സാധാരണ തീറ്റയൊന്നും പോരാ. 1500 പേർക്ക് വെച്ച് വിളമ്പണമെങ്കിൽ നിങ്ങളൊന്ന് ഓർഡർ കൊടുത്തേ. പുറത്ത് ചർച്ചിൻ്റെ ഒരു ഫംഗ്ഷൻ 1500 പേർക്ക് ഫുഡ് വേണം. ഇല്ല, മക്കളുടെ കല്യാണത്തിന് 3 നേരം വിളമ്പണമെങ്കിൽ കുറഞ്ഞത് 9 ലക്ഷം രൂപ ഒരു ദിവസത്തെ ചെലവ്. 30 ദിവസം ആകുമ്പോഴോ അത്ര ധനാഢ്യൻ. അബ്രഹാമിൻ്റെ സമ്പത്തിനെ ദേശത്തിന് വഹിച്ചുകൂടായിരുന്നു എന്ന് ആ മനുഷ്യൻ വാർത്തത് എവിടാന്നറിയാവോ? കൂടാരങ്ങളിൽ. എന്താ കാര്യം? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരം ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടിട്ടുണ്ടെന്ന തിരിച്ചറിവ്. അതുകൊണ്ട് ദൈവമക്കളെ, ഒന്നും നേടിയില്ലേലും സങ്കടപ്പെടണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവം തന്നിട്ടുണ്ടോ? സ്തോത്രം പറഞ്ഞ് അനുഭവിച്ചോ. പക്ഷെ ഇല്ലെന്നും പറഞ്ഞ് തല കുനിച്ച് നടക്കരുത്. വീട് പണിയാൻ കാശുണ്ടായിട്ടും വലിയ വീട്ടിൽ പാർക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും കൂടാരങ്ങളിൽ പാർത്തവർ അക്കരെ നാടെത്തി നമ്മെ കാത്തിരിക്കുകയാ. അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എല്ലാ ഭാരവും ഇറക്കി വെക്കാം. എല്ലാ ഭാരവും മുറുകെ പറ്റുന്നതും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. അബ്രഹാം കാത്തിരിക്കുന്നു, പഴയ നിയമ ഭക്തന്മാർ കാത്തിരിക്കുന്നു, വിശ്വാസവീരന്മാർ കാത്തിരിക്കുന്നു, രക്തസാക്ഷികൾ. അവരെക്കുറിച്ചൊക്കെ സമയമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് അവരെക്കുറിച്ചൊക്കെ പറയണമെന്ന് വലിയ താല്പര്യമുണ്ട്. 35-ാം വാക്യത്തിൽ പറയുന്നത്, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റെന്ന. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഇംഗ്ലീഷിൽ ആൻഡ് അതേഴ്സ് വെർ ടോർച്ചേർഡ് നോട്ട് അക്സെപ്റ്റിംഗ് ദെയർ ഡെലിവറൻസ് എന്ന. അവർക്ക് വിടുതൽ വേണ്ടായിരുന്നെന്ന്. ഇഞ്ചിഞ്ചായി മരിച്ചു വീഴുമ്പോൾ അവർ പറഞ്ഞത്, ഇപ്പം കാഹളം ധ്വനിച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കും. അവരെല്ലാം കാത്തിരിക്കുമ്പോൾ നമുക്ക് പോകാനായിട്ട് ഒരുങ്ങാം. ആമേൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാ കാത്തു പാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനാ. കാത്തു പാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനാ. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. വിളിച്ചിടുന്നു പോകാം നമുക്ക്. വിളിച്ചിടുന്നു പോകാം നമുക്ക്. ഓ അന്ധതയകന്നാനന്ദ നിത്യരാജ്യമേ. അന്ധതയകന്നാനന്ദ നിത്യരാജ്യമേ. ഈഹേ അന്ധകാര സിന്ധുവിലൂഴന്നിടും നിങ്ങൾ. ഈഹേ അന്ധകാര സിന്ധുവിലൂഴന്നിടും നിങ്ങൾ. എന്നയച്ചിടും തവ നീതിയൻ കതിരോനേ. എന്നയച്ചിടും തവ നീതിയൻ കതിരോനേ. താമസിക്കല്ലേ സിയോൻ രാജാവേ. താമസിക്കല്ലേ സിയോൻ രാജാവേ. താമസിക്കല്ലേ സിയോൻ രാജാവേ.
എനിക്ക് അവസരം ഒരുങ്ങി തന്ന കർത്താവിൻ്റെ വിലയേറിയദാസൻ പ്രിയ സാറിനും സഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രത്യാശയെ തൊട്ടുണർന്ന് വളരെ ആത്മീകമായൊരു സന്ദേശം കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ജോൺസൺ കുമ്മനാടിനോട് ഹൃദയംഗമായ സഭയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ വീണ്ടും ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അക്കരെ നാടിനെക്കുറിച്ചുള്ള ആ വാഞ്ച നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇന്ന് ഭരിച്ച് ഭവനങ്ങളിലേക്ക് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.